നിശബ്ദ പ്രചാരണ ദിവസവും വിട്ടൊഴിയാതെ പലയിടത്തും പരാതികളും വിവാദങ്ങളും തുടരുകയാണ്. വോട്ടിന് പണം നൽകിയെന്നും അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നുവെന്നുമാണ് വിവിധയിടങ്ങളിൽ നിന്നുയരുന്ന പരാതികൾ. നിശബ്ദ പ്രചാരണ ദിവസം LDF വേണ്ടിയും ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തിരുവനന്തപുരം നേമത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി LDF മദ്യമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങുന്നില്ലെന്നുമാണ് വിമർശനം. നേമം നിയോജക മണ്ഡലത്തിൽ ഇന്നലെ തന്നെ ആറ്റുകാലിലെ മേടമുക്കിലെ BJPയുടെ ഓഫീസിൽ നിന്നും 336 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. അത് പിന്നീട് മനസ്സിലാക്കുന്നത് അവർ 6 ലിറ്റർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസെടുത്തു എന്നാണ്. എക്സൈസിന്റെ ജോയിന്റ് കമ്മീഷണർ ഇക്കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ആരോപണം പച്ചക്കള്ളമെന്ന് BJP. ഓരോരോ വിവാദങ്ങൾ, ഓരോ ദിവസം ഓരോരോ വിവാദങ്ങൾ, പുതിയ വിവാദങ്ങൾ. ഇനിയിപ്പോൾ നാളെയും അവരെന്തെങ്കിലും പറയും. ഇന്നലെ മിഞ്ഞാന്ന് ഡീലായിരുന്നു, ഇന്നലെ വേറെന്തോ ആയിരുന്നു, അതിന് മുമ്പ് മറ്റൊരു കാര്യമായിരുന്നു. കംപ്ലീറ്റ് നുണയാണ്, 100% നുണയാണ്. കോഴിക്കോട് മാറാട് പണം വാഗ്ദാനം ചെയ്തുവെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ LDF പരാതിയുമായി എത്തി. PV അൻവറിന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടെന്നും 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നുമാണ് പരാതി. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവനും ഞാൻ പരിചയമില്ലാത്ത ഒരാളും എൻ്റെ കടയിൽ ഇതവിടെ വന്ന് നിന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നാളെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ 4,500 നോട്ടുണ്ട്, 2000 രൂപ. അത് ഇവിടെ ഇട്ടിട്ട് അവർ വണ്ടിയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ പുറകെ പോയപ്പോഴേക്കും അവർ വണ്ടിയായിട്ട് പോയി. ഇത്ര ഉണ്ടായത്. അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ വിതരണം ചെയ്യേണ്ട സ്ലിപ്പുകൾ പ്രദേശവാസികളെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് BLOയുടെ വിശദീകരണം. തിരുവനന്തപുരം അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാറിനെതിരെ അപകീർത്തികരമായി അച്ചടിച്ച പോസ്റ്ററുകൾ CPIM പ്രാദേശിക നേതാക്കളുടെ വീടുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. LDFനെതിരെ ജമാഅത്തെ ഇസ്ലാമി പ്രചാരണം നടത്തുന്നുവെന്ന് CPIM ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും അവസാന നിമിഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ നടത്തുന്ന ഈ പ്രചാരവേല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇതിനിടെ വർഗീയ പരാമർശങ്ങൾ നടത്തി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചെന്ന് അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനെതിരെ പരാതി ഉയർന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. നിശബ്ദ പ്രചാരണ ദിവസം LDFും NDAയും ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.